അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം വരുമ്പോൾ ഫാത്തിമ എന്ന ഉമ്മൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, കുട്ടി മുലടിക്കുന്നുണ്ടോ ചോദിക്കും. ഇല്ലെങ്കിൽ ഓൾക്ക് എന്തായി, ഉറപ്പായി. എന്തായി, ഇത് മാസം കണ്ടിട്ടുണ്ട്. അത്രയും ഉറപ്പ് ആയിരുന്നു ഔദുൽ അദമിൻ്റെ ജീവിതത്തെക്കുറിച്ച് മുൻഗാമികൾ തന്നെ വിലയിരുത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ ചുരുക്കി പറയാണ്, അദ്ദേഹത്തിൻ്റെ പ്രധാന ഉസ്താദാണ് ഹമ്മാദ് റളിയല്ലാഹു അൻഹു. ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ അതിജീവിച്ച് അത്യുന്നതിയിൽ വിരാജിക്കുന്ന ഏറ്റവും വലിയ ഔലിയാക്കന്മാരുടെ മർത്തബ അലങ്കരിച്ച ആളാണ് ഔസുൽ ആദം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു. 10 വയസ്സാവുമ്പോൾ വീട്ടിൽ നിന്ന് പടിയിറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി മദ്രസയ്ക്ക് പോവാണ്. മദ്രസയ്ക്ക് പോകുന്ന സമയത്ത് കൂടെ ഇങ്ങനെ ആരൊക്കെ വരുന്നതായിട്ട് ഔസുൽ ആദമിന് തോന്നി. എന്നിട്ട് മദ്രസയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു അശരീരിയാണ്. മക്കളെ വന്നിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട വിലായത്ത് അലങ്കരിച്ചൊരു പവിത്രമായൊരു മനുഷ്യനാണ്. അതുകൊണ്ട് മക്കളെന്ത് ചെയ്ത് മാറിക്കൊടുക്കി ഇദ്ദേഹത്തിന് അബ്ദുൽ ഖാദറിൻ്റെ സ്ഥലം നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന അശരീരി ഇടക്കിടക്ക് കേൾക്കാറുണ്ട്. എങ്ങനെ കൂടെയുള്ള കുട്ടികൾ, കൂടെയുള്ളതായ ശിഷ്യാങ്കണങ്ങൾ, ഉസ്താദുമാരൊക്കെ കേൾക്കാറുണ്ട് കുട്ടി പറയുന്നത്. ചോദ്യങ്ങൾ അവസാനമൊക്കെ അല്ല, ഇടയിൽ ചോദിച്ചോട്ടെ, എന്നാലും വിഷയമില്ല. കാരണം നേരം പോകും. ഞാൻ പറയുന്ന ഓരോ കാര്യം കലായിദ്, പണ്ഡിതന്മാരുണ്ടായതുകൊണ്ട് പറയാം, കലായിദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇന്ത്യയിൽ ചരിത്രങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കേട്ടതല്ല, മുത്താല ചെയ്ത കണ്ട ചരിത്രം. മഹാനായ ഹമ്മാദ് റളിയല്ലാഹുവിൻ്റെ ഒരു ചുരുക്കി പറയാം. ഹമ്മാദ് റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി, മുസാബത്ത് ചെയ്യാൻ വേണ്ടി, ഒന്ന് കാണാൻ വേണ്ടി, തെർബിയത്ത് ഷെയ്ഖിൻ്റെ ത്വരീഖത്ത് വാങ്ങാൻ വേണ്ടി ഒക്കെ ഹമ്മാദ് റളിയല്ലാഹുവിൻ്റെ ഹദറത്തിലേക്ക് ചെന്നപ്പോൾ ഒരു വേട ദൂരത്തുനിന്ന് ഹമ്മാദ് റളിയല്ലാഹുവിനെ കണ്ടപ്പോൾ പറഞ്ഞു, വാതിൽ പൂട്ടി ഇങ്ങോട്ട് കയറ്റണ്ട. ആരെ ഔസുൽ ആദമിനെ ഇങ്ങോട്ട് കയറ്റണ്ട, വാതിലടക്കാൻ പറഞ്ഞു. ഔസുൽ ആദം എന്തൊരു പ്രതിജ്ഞ ചെയ്തു, ഞാൻ എൻ്റെ ഷെയ്ഖിനെ കാണാതെ ഞാൻ എന്താവില്ല, ഇവിടുന്ന് മടങ്ങുള്ളൂ. ഇതാർക്കറിയാം? ഹമ്മാദ് റളിയല്ലാഹുവിനെ അറിയാം. ഹമ്മാദ് റളിയല്ലാഹു എന്ന് പറഞ്ഞു, വാതിൽ നിങ്ങൾ തുറന്നു കൊടുക്കരുത്, എൻ്റെ അനുമതി കൂടാതെ നിങ്ങൾ തുറന്നു കൊടുക്കാൻ പാടില്ല. ഇതുപോലെ ഇപ്പോൾ ആചാര്യ ഇരിക്കുമ്പോൾ ഇങ്ങനെ കിതാബിൽ ആ തിണ്ണയിൽ അവിടെ ഇരുന്നിട്ട് അത്രയും ഭയങ്കര ക്ഷീണം കൊണ്ട് അദ്ദേഹം ഉറങ്ങി. 17 വട്ടം അന്ന് അദ്ദേഹത്തിന് ജനാബത്തുണ്ടായി. ഒരു വട്ടം ജനാബത്തുണ്ടായി കുളിക്കുക, ഒരു വട്ടം ജനാബത്തുണ്ടായി കുളിക്കുക, ഇങ്ങനെ 17 വട്ടം അന്നത്. മറ്റേ 40 വട്ടം അതല്ല കേട്ടോ, ഇത് വേറെ. 17 വട്ടം ജനാബത്തുണ്ടായി കുളിച്ച് പിറ്റേ ദിവസം ഹമ്മാദ് റളിയല്ലാഹുവിന് വാതിൽ തുറന്നപ്പോൾ ചാടി ഉസ്താദിൻ്റെ അടുത്ത് വേണ്ടി ചാടി പിടിച്ച് ഉമ്മ കൂട്ടിയിട്ട് പറഞ്ഞപ്പോൾ മഹാനായ ഹമ്മാദ് റളിയല്ലാഹു പറഞ്ഞു, മോനെ നീ ഉയർന്ന സ്ഥാനത്തെത്തും. ഉയർന്ന സ്ഥാനത്ത് എത്തുന്ന സമയത്ത് നീ എന്ത് ചെയ്യാൻ പാടില്ല, അഹങ്കാരം നിനക്കുണ്ടാകും. നീതി നീ എന്ത് ചെയ്യണം, എല്ലാ ഔലിയാക്കന്മാരുടെ ഇടയിലും നീതി നടപ്പാക്കണം എന്ന് ഹമ്മാദ് റളിയല്ലാഹുവിന് വസിയത്ത് ചെയ്യുകയും അന്ന് തന്നെ എന്നേക്കാൾ ഉസ്താദാകുന്ന എന്നേക്കാൾ ഉയർന്ന സ്ഥാനം അലങ്കരിക്കുമെന്ന് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹമ്മാദ് റളിയല്ലാഹു പറഞ്ഞു. കാരണം ചെറുപ്പം മുതലേ അങ്ങനെയാണ്, ഔലിയാക്കന്മാർ കാണുന്നവരൊക്കെ എന്ത് പറയും, ഇത് ചില്ലറക്കാരനല്ല, പേടിക്കണം എന്ന് പറയും. അതുകൊണ്ടാണ് അന്ന് പറയില്ലേ, അദ്ദേഹം എല്ലാ ഔലിയാക്കന്മാരുടെയും തലയുടെ മുകളിലാണ് എൻ്റെ കാല് എന്ന് പറഞ്ഞു മാലയിലുണ്ട്. അവിടെ റിഫായി ഷെയ്ഖ് അന്നുണ്ട്. റിഫായി ഷെയ്ഖിൻ്റെ അടുത്ത് ശിഷ്യന്മാർ കിതാബ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ കിതാബ് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റിഫായി ഷെയ്ഖ് റളിയല്ലാഹു തല താത്തിയപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അല്ല തങ്ങളെ നിങ്ങളെന്താ ഇപ്പോൾ പെട്ടെന്ന് ക്ലാസ് എടുക്കുമ്പോൾ തല താത്തിയത്? അത് അങ്ങനെ ബഗ്ദാദിൽ നിന്നുള്ള ഔസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന് വേണ്ടി തല താത്തി കൊടുത്താണ് നമ്മളെ പെരടിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കാല്. അന്നുള്ള എല്ലാ ഔലിയാക്കന്മാരും, ഹയാത്തുള്ള എല്ലാ ഔലിയാക്കന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്, ആർക്ക് തലാത്തി കൊടുത്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ ക്ലാസ് ആഴ്ചയിൽ 3 ക്ലാസ്സാണ് ഇവിടെ ഉണ്ടാവാറ്. ഇതൊരു സ്ഥാപനമായിരുന്നു. ഇവിടെ അദ്ദേഹത്തിനൊരു മദ്രസ ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ട് ആഴ്ചയിൽ 3 ക്ലാസ്സാണ്. ഈ ആഴ്ചയിൽ 3 ക്ലാസ്സിൽ ലക്ഷങ്ങൾ ആളുകൾ പങ്കെടുക്കും. ഓരോ ക്ലാസ്സിൽ അൽ ഖലായിദ് നിസാമിയ എന്ന കിതാബിൽ കാണാം, ഓരോ ക്ലാസ്സിനും ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വരാറുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ക്രിസ്ത്യാനികളെന്നോ ഹിന്ദുക്കളെന്നോ അങ്ങനെ മതക്കാരെന്നോ എല്ലാ മതക്കാർക്കും ആരും ഇഷ്ടമായിരുന്നു എന്നാണ് ഔസുൽ ആദമിനെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് മറ്റുള്ള ശത്രുക്കൾക്കൂടെ ശത്രുതയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഒരുപാട് ആളുകൾ ആ സദസ്സിൽ വെച്ച് തന്നെ ഇസ്ലാമിലേക്ക് വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് ഇവിടെ പഠിച്ചിരുന്നത് 400ഓളം ശിഷ്യന്മാർ സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും കിതാബ് ഓതി പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്കൊരു മഹാനായ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോകും. മഅറൂഫുൽ ഖർഹി റളിയല്ലാഹുവിനെ മഹാനവർകൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹുവിന് ഖബറിൽ നിന്ന് പറഞ്ഞാലോ,
ഇതാ എൻ്റെ അടുത്ത് വന്നത് വലിയ മഹാനായ ആളാണ് കേട്ടോ, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ദ്വാരക്കണം എന്ന് ഖബറിൽ നിന്ന് അശരീരി അദ്ദേഹത്തിൻ്റെ മുരീദന്മാർ കേട്ടുവെന്ന് നൂറുൽ അബ്സാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണുന്നു. മഅറൂഫുൽ ഖറീ അള്ളാഹു ഖബറിൽ കിടക്കുന്ന മഅറൂഫുൽ ഖറീയിൽ നിന്ന് ഖബറിൽ നിന്ന് അശരീരി വരികയാണ്. നമ്മളെ കാര്യത്തിൽ നിങ്ങൾ ദ്വാരക്കണം, നാളെ അള്ളാഹിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണം, റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ എല്ലാ ഔലിയാക്കന്മാരുടെയും ഏറ്റവും വലിയ വിലായത്തിൻ്റെ മർത്തബ അലങ്കരിച്ച ആളാണ് ആര്? കുത്തുബുൽ അഖ്താബ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. പിന്നെ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ നിൽക്കണതിൻ്റെ ഇടയിൽ ഔസുല്ലാദിനെ കുറിച്ച് ഒരുപാട് കറാമത്തുകൾ നമുക്ക് എന്ത് ചെയ്യാണ്ട് പറയാനുണ്ട്. സാഹചര്യത്തിനും സൗകര്യത്തിനും അനുസരിച്ച് നമുക്ക് പറയാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യും. ഇവിടുന്ന് മുതലാക്കി ഒരു അതപകേടും കൂടാതെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഇതുപോലെ ചെറിയൊരു വിലായത്തൊക്കെ നമുക്ക് അള്ളാഹു ലദുനിയ ഇൽമൊക്കെ എല്ലാവർക്കും കൊടുക്കും. ഇൽമില്ലോർക്കും കൊടുക്കും, ഇൽമില്ലാത്തവർക്കൊക്കെ അള്ളാഹു തആല കൊടുക്കും. അള്ളാഹു തആല ആ ഗണത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മളെ ആക്കിബത്തൊക്കെ ആമീൻ.